അനധികൃത റിക്രൂട്ട്മെന്റുകൾ തടയാൻ നിയമനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ച സാധ്യത പരിശോധിക്കുന്നതിന് കമ്മിറ്റി രൂപീകരിച്ചു. 10 അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഡിജിപി, നിയമവകുപ്പ് സെക്രട്ടറി എന്നിവർ കമ്മിറ്റിയിലുണ്ട്. ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോപാൽ, എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സുരക്ഷിത കുടിയേറ്റം ഇതുവഴി സാധ്യമാക്കാം. അതിനുവേണ്ടി നിയമനിർമ്മാണത്തിന്റെ സാധ്യത എത്രത്തോളമാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി 10 അംഗങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, കേരള DGP, നോർക്ക വകുപ്പ് സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി, നോർക്ക റൂട്ട്സ് പ്രസിഡന്റ് വൈസ് ചെയർമാൻ, ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ തുടങ്ങി 10 പേർ പ്രധാനപ്പെട്ട അംഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃത റിക്രൂട്ട്മെന്റ് ഏജന്റുമാരുടെ കെണിയിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ, ഏജന്റുമാർ, ഇടനിലക്കാർ തുടങ്ങിയവർ നിയമപരിമിതികൾ, അതായത് നിയമത്തിന്റെ സാധ്യതയെക്കുറിച്ച് അറിയാത്തവരെ ഇത്തരത്തിൽ തുടർച്ചയായി കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിയമ നിർമ്മാണം കൊണ്ടുവരിക, എങ്ങനെയാണ് ഇതിനെ ഏകീകരിച്ച ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമായിരിക്കും ഈ കമ്മിറ്റി പഠിക്കുക. അതോടൊപ്പം തന്നെ കരട് പോളിസി നോട്ട് പരിശോധനയും തുടർ നടപടികളും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യും. അടിയന്തരമായി തന്നെ വേഗത്തിൽ ഈ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം.